വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ കോഴിക്കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരു നാടൻ സ്റ്റൈലിൽ കോഴിക്കറി വെക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ നോൺ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൺചട്ടി അലുമിനിയം പാത്രം ഉപയോഗിക്കാം. അതിലോട്ട് ഞാനൊരു 6 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പം അതിലോട്ട് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഇട്ട് കൊടുത്താൽ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പം അതിലോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില നന്നായിട്ട് കഴുകിയത് ഇട്ട് കൊടുക്കുക. ഒന്ന് പിച്ചി ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു 6 സവാള നല്ല നേരിയതായിട്ട് അരിഞ്ഞത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ടതിൻ്റെ നേരെ പകുതിയിലും പകുതി ആയിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂണ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റും 1 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും 1/4 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. വെളുത്തുള്ളി കുറച്ചധികം ചേർത്താൽ നല്ല തന്നെയാണ്. ഇത് നന്നായിട്ടൊന്ന് ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 4 തക്കാളിയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഞാനിപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാള പെട്ടെന്ന് റെഡിയായി കിട്ടും. സവാളയല്ല, തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലോട്ട് ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ചിക്കൻ മസാല 1 ടീസ്പൂണ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഓപ്ഷനിലാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചിക്കൻ മസാല ചേർത്താൽ നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നത് വരെയും ആ പൊടിയുടെയൊക്കെ ഒരു മണം പോകുന്നത് വരെയും ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വെന്തിട്ട് നല്ല തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ 1 കിലോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പം മൊത്തം എല്ലാ കഷ്ണങ്ങളും ഉണ്ട് കേട്ടോ. എല്ലോട് കൂടിയതും എല്ലാം ഒരു ചിക്കൻ ഫുള്ളായിട്ടുള്ള കഷ്ണമാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ആ ഉപ്പൊക്കെ ഒന്ന് ഇറച്ചിയിലോട്ടൊന്ന് വലിക്കട്ടെ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. ഇതൊന്ന് റെഡി ആകുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അരപ്പ് ഞാൻ അരച്ചിട്ടൊന്നും അല്ല കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. മുളക് പൊടി ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു ബൗളിലോട്ട് 4 ടേബിൾ സ്പൂണ് വറുത്ത മുളക് പൊടിയാണ് ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത മുളക് പൊടി ഒരു 4 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി കാശ്മീരി മുളക് പൊടിയും കൂടി 4 ടേബിൾ സ്പൂൺ തന്നെ വേണം നമുക്ക്. വറുത്ത മുളക് പൊടി 4 ടേബിൾ സ്പൂണും അതേപോലെ കാശ്മീരി മുളക് പൊടി 4 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. മൊത്തം 8 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ഈ കറിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് 4 ടേബിൾ സ്പൂണ് വറുത്ത മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറുത്ത തന്നെയാണ് കേട്ടോ എല്ലാ മുളക് പൊടിയും അതേപോലെ മല്ലിപ്പൊടിയൊക്കെ വറുത്തതാണ്. വറുത്തത് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ കറിക്ക് നല്ലൊരു മണം കിട്ടും. നിങ്ങൾ ഈ പൊടി അല്ലാണ്ട് മുളക് തന്നെ വറുത്തിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞങ്ങളിവിടെയൊക്കെ മുളക് അരച്ചിട്ടാണ് അധികവും കറി വെക്കൽ. ഞാനിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് പൊടി യൂസ് ചെയ്തതെന്ന് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചെടുക്കാം. അരച്ചെടുത്താൽ കറിക്ക് കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കുക. ഒരു നാരങ്ങയുടെ നീര് ഞാനിപ്പോൾ ഇതിലോട്ട് തന്നെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നമ്മുടെ നേരത്തെ റെഡിയാവാൻ വെച്ച കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ കറിയൊക്കെ ഒന്ന് ആ മസാലയുടെ മണമൊക്കെ ആ കോഴിയിലോട്ട് നന്നായിട്ട് ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. ഒരുപാട് നേരം അങ്ങ് വെക്കണ്ട, ചിക്കൻ വെന്ത് പോവും. അപ്പോൾ കുറച്ച് നേരം ആ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം.
ഞാൻ പറഞ്ഞ പോലെ മുളകും മല്ലിയൊക്കെ വറുത്തിട്ട് നമ്മൾ അപ്പം തന്നെ അരച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും കേട്ടോ. നിങ്ങൾ സമയം എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കൂ, അപ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഇല്ലെങ്കിൽ പൊടിയിൽ വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറി കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കട്ടിയിലിരിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നത് തന്നെയാണ്. ഒരുപാട് എരിവൊക്കെ തോന്നും, കുറച്ച് കട്ടിയിലുണ്ടെങ്കിൽ ഒരുപാട് എരിവായിട്ട് നമുക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ല. കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ എടുക്കുക. അതിന് നിങ്ങൾക്ക് ഏത് തിക്കിലാണോ ഗ്രേവി വേണ്ടത് ആ തിക്കിൽ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുക. വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ആ വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും നല്ലതാണ്. തേങ്ങാപ്പാലാണെങ്കിൽ മുളകൊന്ന് തിളച്ചതിന് ശേഷം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളമാണെങ്കിൽ അപ്പം തന്നെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചിക്കൻ വേകുന്നത് വരെ തിളപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഉപ്പൊക്കെ പാകമാണിപ്പോൾ. ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതേപോലെ കുറച്ച് മല്ലിയിലയും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്